പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. ഗൈസ് എന്നെ അകത്താക്കാൻ പോവാണെന്നാണ് അറിയുന്നത്. കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കേസ് വന്നു എന്നൊക്കെ പറയുമ്പോൾ കാക്കമാർ ചോദിക്കാറുണ്ട്, കക്കൂസ് പൊളിച്ചാൽ അല്ലെങ്കിൽ ജയിലിൽ പോകുന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവർ ഒടുവിൽ കക്കൂസ് പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. കക്കൂസ് പൊളിക്കാൻ തയ്യാറായ നമ്മളുടെ ഒരു കോയ, എന്താണ്, ഇർഷാദ് മുഹമ്മദ് കോയ. കോയക്ക് വളരെ നന്ദിയുണ്ട് ഈ കക്കൂസ് പൊളിക്കാൻ തയ്യാറായതിൽ. കൈ നാറ്റം സഹിച്ചാണെങ്കിലും അതിന് ചെയ്യാൻ താങ്കൾ മുന്നോട്ട് വന്നതിൽ വലിയ സന്തോഷം. കോയ എന്ന് വിളിക്കുമ്പോൾ വലിയ പ്രശ്നമാണല്ലോ. അതെ, കോയയുടെ പേര് കോയ എന്ന് തന്നെയാണ് കേട്ടോ. ഇതാണ് ഇർഷാദ് മുഹമ്മദ് കോയ. അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ നിരന്തരം വർഗീയ പ്രചാരണം. ഞാൻ നടത്തിയ വർഗീയ പ്രചാരണം ഒരെണ്ണം എന്താണെന്ന് പറയാൻ കേട്ടോ. മാത്രം നടത്തുന്ന ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന വ്യക്തിക്കെതിരെ DPC കോഴിക്കോട് റൂറൽ വടകര SP പരാതി കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ വ്യക്തി നിയുക്ത പേരാമ്പ്ര MLA ഫാത്തിമ തഹലിയക്കെതിരായി വർഗീയ പോസ്റ്റാണ് പരാതിക്കാര ആധാരം. വർഗീയ പോസ്റ്റ് ഏതാണ്? ഇതാണ് സാധനം. ലീഗിന്റെ മൗദൂദി മുഖമാണ് തഹലിയ, അപകടം. 2 സൂംബ ഹറാമാണ്, പക്കെങ്കിലും തുമ്പ് ഹലാലാണ് എന്ന് നമ്മൾ എഴുതിയത്. അതെനിക്കിഷ്ടമില്ല. പക്ഷേ യാ അല്ലാ രസഗുല്ല എന്ന് പറയുന്ന സാധനം അത് മതനിന്ദയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ മഹാരാഷ്ട്ര മുംബൈ ഹൈക്കോടതിയിൽ പോയി. ബോംബെ ഹൈക്കോടതി അടുത്ത് ദൂരെ കളഞ്ഞു. മാലീഷ്യസ് ഇന്റന്റ് ഇല്ലാതെ യാ അല്ലാ രസഗുള്ള എന്ന് പറഞ്ഞാൽ അത് മതനിന്ദയാകില്ല കുട്ട എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിയിരിക്കുകയാണ്. ഈ നാട്ടിൽ മതനിന്ദ നടത്താനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അതൊരു വശത്ത് ഉള്ളപ്പോൾ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ തഹലിയ ഒരു മൗദൂദി ഏജന്റ് തന്നെയാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമി കാട്ടുകുതിരയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ് ഫാത്തിമ തഹലിയ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചാരണ പരിപാടി വാർത്തയായതോടെ തഹലിയ മുങ്ങി. ഇതുപോലുള്ള കാര്യങ്ങൾ തഹലിയ ഒരു മൗദൂദി ഏജന്റ് തന്നെയാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമി കാട്ടുകുതിരയാണ്. ഇസ്ലാമിലുള്ള ഒരു കാര്യം അത് അതേപോലെ പറഞ്ഞാൽ ഇന്ന് ജയിലിലാവുന്ന അവസ്ഥ. ബാലവിവാഹത്തെ അനുകൂലിച്ച് വീഡിയോ ചെയ്ത UAE സ്വദേശിക്ക് 3 വർഷം തടവും 50 ലക്ഷം ദിർഹം പിഴയും. ഇതെന്താ കഥ? ഇയാൾ എന്ത് തെറ്റാ ചെയ്തത്? എന്താ നഗലോട്ടാ നമ്മളിപ്പോ കേട്ടത്? ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. മുഹമ്മദ് നബി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മൊറോക്കോയിലെ നിയമങ്ങൾ ഇത്തരം വിവാഹങ്ങൾക്ക് അനുമതി നൽകുന്നുണ്ടെന്ന വ്യാജ പ്രചാരണം നടത്തിയാണ് ഇയാൾ വീഡിയോ പങ്കുവച്ചത്. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനം. അതേപോലെ അന്നത്തെ സോഷ്യൽ മീഡിയ ആണല്ലോ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് പറഞ്ഞിരുന്ന സാധനമാണല്ലോ. അള്ളാഹുവിന്റെ ഫേക്ക് ID ഉണ്ടാക്കി ഈ ഖുർആൻ എന്ന് പറഞ്ഞ സാധനം അതാണ്. UAE-ലാവുമ്പോ അത് മുസ്ലിങ്ങൾ തന്നെ അകത്താവുന്നു, ഇന്ത്യയിലാവുമ്പോ എക്സ് മുസ്ലിങ്ങൾ അകത്താവുന്നു, അല്ലെങ്കിൽ അകത്താക്കുമെന്ന് പറയുന്നു. അത് എനിക്കിട്ടൊന്ന് താങ്ങിയാന്നറിയാം. പോയിന്റിലോട്ട് വരാം. അപ്പൊ നമ്മളിത് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് തെളിവ് വേണമെന്നാണല്ലോ പറയാം. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. അപ്പോൾ അതിനകത്ത് ജാബിർ ഇബ്ൻ അബ്ദുള്ള പറയുന്നു, when I got married, Allah's messenger said to me. അയാൾ കല്യാണം കഴിച്ചപ്പോൾ മുഹമ്മദ് നബി ചോദിക്കാൻ അയാളോട്, what type of lady have you married? നീ എന്ത് തരം പെണ്ണിനെയാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിക്കണം. I replied, I have married a matron. എന്നുവെച്ചാൽ ഒരു മുതിർന്ന സ്ത്രീയാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി തിരിച്ചു ചോദിക്കുകയാണ്, അൽഫഹം എന്തില്ല എന്ന് പറയല്ല കേട്ടോ ചെയ്തത്. മുഹമ്മദ് നബി തിരിച്ചു ചോദിക്കുകയാണ്, why don't you have a liking for the virgins and for fondling them? എന്താ നഗലോട്ടാ നമ്മളിപ്പോൾ കേട്ടത്? പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെറിയ പെൺകുട്ടികളെ ഇഷ്ടമല്ല, അതേപോലെ അവരെ ഫോണ്ടിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ്. എന്നിട്ട് മുഹമ്മദ് നബി വീണ്ടും പറയാണ്, Allah's messenger said, why don't you marry a young girl so that you might play with her and she with you? അത് പറയാൻ എനിക്കൊരു നാണമില്ല. ചുരുക്കി പറഞ്ഞാൽ മുതലാളി ഒരു ചെത്തിയാണ്. നിങ്ങൾ അങ്ങനെ ഒരു ചെറിയ കുട്ടിയെ ഇതുപോലെ ഒരു യങ് വെർജിനെ കല്യാണം കഴിച്ചിരുന്നുണ്ടെങ്കിൽ നിനക്ക് അവളുമായും അവൾക്ക് നീയുമായും കളിക്കാമല്ലോ. കളി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ പാവ വെച്ചിട്ട്. ഇപ്പൊ മുഹമ്മദ് നബി ആയിഷ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ മുഹമ്മദ് നബി കൊണ്ടുപോയത് പട്ടുസാരി അല്ല. റസൂലുള്ള ആയിഷക്ക് കൊണ്ടുപോണ പരിപാടി കളിക്കുന്ന പാവക്കുട്ടിയാ. അപ്പൊ കുട്ടികളുമായിട്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവ വെച്ച് കളിക്കുക. പാവ വെച്ച് കളിക്കുന്ന വെർജിൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കുന്നത് നിങ്ങൾ ഇനി ഊഹിച്ചോ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് പറയും അത് 6 വയസ്സ് 9 വയസ്സാണോ 10 വയസ്സാണല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ട്. മുഹമ്മദ് നബി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. അന്ന് ജീവിച്ച് ചത്തോടികളുണ്ട്. ഇന്നായിരുന്നുണ്ടെങ്കിൽ പോക്സോ കേസിൽ അകത്തായി ഉണ്ടെന്ന് കിടക്കേണ്ടി വന്നത്.
അത്തരം കേസിന് കുറഞ്ഞത് 6 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും, അല്ലേ വക്കീൽ സാർ? തീർന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ വരുന്ന ഞായറാഴ്ച 10:30 മണിക്ക് നമ്മുടെ കോയ കോളിങ്ങിന്റെ വാർഷികം ഇത് ഞാൻ സമ്മതിക്കില്ല. തിരൂരുള്ള ഒരു ഇവന്റ് ആണ്. പറഞ്ഞു കഴിഞ്ഞ പിന്നാലെ ഞാൻ ഇതെങ്ങനെ സഹിക്കും എന്റെ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം സോഷ്യൽ മീഡിയയിൽ കിടന്ന് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി ടീമുകളാണ്. അപ്പൊ ഈ കമന്റുകളുടെ ഒരു രൂപം നിങ്ങൾക്ക് കാണാൻ കൊതിയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് വായിക്കാം. തിരൂരിൽ ഇവനെ കാല് കുത്താൻ വിടരുത്. നീ തീർന്നടാ, നീ തീർന്നു. അടുത്തത് അഫ്സൽ ബിൻ മൂസ, ഞാൻ വരുന്നുണ്ട് പക്ഷെ ഓന്റെ തലയിൽ ഹെൽമെറ്റ് വെച്ചൊന്ന് പറ. ബാക്കി ഞാൻ വായിക്കുന്നില്ല. നായ് വേഷം കെട്ടിയാൽ ഒരക്കണം. പടിഗിരി എവിടെയാടാ? ട്രോഫി ഏറ്റുവാങ്ങുമോ? അബ്ദുൽ സലാം EK. ഓക്കെ. അടുത്തത് തിരൂരിൽ ആൺകുട്ടികൾ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ക്രിമിനൽ മൈൻഡടാ. അതിനുശേഷം അവിടുന്ന് ഇടി ഇരന്നു വാങ്ങുവാൻ പോവുകയാണോ കശുവണ്ടി മോറ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത്, ഈ ഊളയടി മോനെ എവിടെ വെച്ച് കല്ലെറിയണം, പരിപാടി നടത്താൻ സമ്മതിക്കരുത്, ഓടിക്കണം. റാസ്, നിന്റെ എല്ലാ ശ്രമങ്ങൾക്കും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടളിയാ. ഇങ്ങനെ പോകുന്ന കമന്റുകൾ 10-600ഓളം കമന്റുകളാണ് ഈ തരത്തിലുള്ളത് നമ്മുടെ സംഘാടകർക്ക് പോസ്റ്റുകളുടെ താഴെ കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം ശേഖരിച്ച് പോലീസിനും NIA-ക്കും അയക്കൊണ്ടടുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാം തന്നെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കാക്കാമാരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ചാകരയാണ്. കാരണം എവറി മുസ്ലിം ഇസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ജിഹാദി എന്നുള്ളത് ഇനി കണ്ടുപിടിക്കേണ്ട ഒരു ബാധ്യത മാത്രമേ അവർക്കുള്ളൂ. പൊട്ടൻഷ്യൽ ജിഹാദികൾ നമ്മൾ ഒരു ആറ്റിക്കുറുക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ ജിഹാദി ഏത് എന്നുള്ളത് ഇനി അവർ കണ്ടുപിടിച്ചോളും. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഇവിടെ ചോദിക്കുമ്പോൾ ഉള്ള ആ ഉത്തരം നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട്, എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിൽ കുരുപൊട്ടുകയും ഈ തരത്തിലുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അത് ഇസ്ലാമേ ഉള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. ഒരു പേപ്പട്ടിയായിട്ട് ഇന്നും നടക്കുന്ന ഒരു പട്ടി, അത് ഈ പറയുന്ന ഇസ്ലാം ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പറയേണ്ടി വരുന്നത്. ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അത് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വീണ്ടും കാണുകയാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ? മുതലാളിക്ക് നിർബന്ധമാണെന്ന് വെച്ചാ ഈ രാത്രി പുലരുന്നതിന് മുമ്പ് അവന്റെ തലയെ വെട്ടിയെടുത്തോണ്ട് വരും. ആണാവാൻ ഈ നാക്ക് മാത്രം പോരാ, അതിന് നട്ടല് കൂടി വേണം. അപ്പോൾ നമ്മളേതായാലും കൊലവിളിയുടെ ഭാഗമായിക്കൊണ്ട് അവിടുത്തെ ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് നമ്മൾ ഇത് നീക്കി വെക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് എന്തായാലും ഇത് നമ്മൾ നടത്തിയിരിക്കും എന്നുള്ളതാണ്. പോലീസുകാർ പൂർണ്ണ പിന്തുണ തന്നെയാണ്. ഞങ്ങളുണ്ട് കൂടെ. പക്ഷേ ആ ജിഹാദികളുടെ സമാധാനം കുറച്ച് കൂടിയതുകൊണ്ട് പോലീസുകാർക്ക് സമാധാനമായിട്ട് പണിയെടുക്കാൻ പറ്റണം എന്ന് അവർ നമ്മളെ കാലും കൈയും പിടിച്ച് പറഞ്ഞതുകൊണ്ട് VD സതീശനൊക്കെ അറിയുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ നാട്ടിലെ ക്രമസമാധാനത്തിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പോലീസുകാർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ഗതികേട് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളൊരു മതവും ആ മതജീവികളും ഏത് മതത്തിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ആണെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളതിനെ ഈ പറയുന്ന പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറയാണ്. അതായത് ഈ ഹിന്ദോളം എന്ന് പറഞ്ഞിട്ട് SNC അടുത്തൊരു പരിപാടി നടത്തി. രാവിലെ മുതൽ വൈകിട്ട് വരെ ഹിന്ദുമത വിമർശനം, നമ്മളുടെ ഹിന്ദുത്വ വിമർശനം, ഇതെല്ലാം അവിടെ നടക്കുകയാണ്. ജ്യോതിഷമായാലും അതിലെ പുരാണങ്ങളിലെ പ്രശ്നങ്ങളായാലും നമ്മൾ RSS BJP ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെ സുബഹി മുതൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നവരേക്കും അവിടെ ഈ പറയുന്ന സാധനം നടത്തിയിട്ട് അവിടെ ഏതെങ്കിലും പട്ടിക്കുഞ്ഞ് അറിഞ്ഞോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതാണ് ഈ പറയുന്ന മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. ഇത് തമ്മിൽ തൂക്കി നോക്കുമ്പോൾ ഇതൊക്കെ ഒന്നാണ്, അതും ഇതും കണക്കാണെന്നൊക്കെ പറഞ്ഞ് ഈ വോക്ക് നിലപാടുകൾ നമ്മൾ എടുക്കില്ല എന്ന് പറയുന്നതും ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. സോ അത് നമുക്ക് ആ ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്, അത് എൻ്റെ പ്രശ്നമല്ല. നമുക്ക് ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോറിറ്റൈസേഷൻ നടത്തിയിട്ട് പേപ്പട്ടികളെ തെരഞ്ഞു പിടിച്ച് നമ്മൾ അതിന് വേണ്ട മരുന്ന് പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ കടന്നു മുങ്ങിയിട്ട് കാര്യമില്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? കക്കൂസി പോണായിരുന്നു, വല്ല സ്ഥലം അറിയോ? 1ാം ക്ലാസ്സിലെ കുട്ടികൾ വെള്ളം പോലെ പറയും, കൃത്യമായിട്ട് പറയും. ടോയ്ലറ്റിൽ കയറുമ്പോൾ ഉള്ള പ്രാർത്ഥന ഹാർപ്പിക്കേ ആരിഫേ. ഇവർ ഒടുവിൽ കക്കൂസ് പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. കക്കൂസ് വേണോ? ഇല്ലെങ്കിൽ വേണ്ട. ഇനി എന്തിനാ കക്കൂസ്? അത് പറങ്ങട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസി. അക്കൂസി പോകുന്നതിന് വരെ ഹോമം നടത്തുന്ന വിവരദോഷികൾ. ഓക്കെ ബൈ.